Dear students, computer architecture fourth module last topic ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. രണ്ട് ടൈപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ആണുള്ളത്. ഒന്ന് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, control unit can be implemented using a wide variety of techniques. The most important implementations are microprogrammed implementation and hardwired implementation. ഈ രണ്ട് ടൈപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ആണ് നമുക്ക് കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഇസ് മൈക്രോ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൈക്രോ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനും ഹാർഡ്വെയർഡ് ഇംപ്ലിമെൻറ്റേഷനും നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് മൈക്രോ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു പ്രോഗ്രാം എന്താണെന്ന് അറിയാം അല്ലേ? പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ മൈക്രോ പ്രോഗ്രാമും അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ടേം മൈക്രോ പ്രോഗ്രാം എന്ന് പറഞ്ഞ ടേം ആരാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ M.V. വിൽക്കിൻസ് എന്ന് പറഞ്ഞ പേഴ്സൺ ഇൻ 1950s. അതിൽ 50s മൈക്രോ പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഒരു ടേം കോയിൻ ചെയ്തത്. ഓക്കെ, ഹിയർ കൺട്രോൾ യൂണിറ്റ് ഇസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് മൈക്രോ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതിൽ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിൽ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് മൈക്രോ പ്രോഗ്രാമിംഗ്, അതായത് പ്രോഗ്രാം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എ സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഇസ് നോൺ ആസ് മൈക്രോ പ്രോഗ്രാം. മൈക്രോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സീക്വൻസ്. പ്രോഗ്രാം എന്താണ്? സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ മൈക്രോ പ്രോഗ്രാം എന്തായിരിക്കും? ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അതിനെ നമ്മൾ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, അതായത് ഫേംവെയർ. ഓക്കെ, ഫേംവെയർ എന്ന് പറയുന്ന പേരിൽ നമ്മൾ മൈക്രോ പ്രോഗ്രാം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഫേംവെയർ. Each line of a micro program describes a set of micro operations occurring at one time and is known as micro instruction. അപ്പോൾ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൽ എന്താ ഉണ്ടാവുക? മൈക്രോ ഓപ്പറേഷൻസ്. മൈക്രോ ഇൻസ്ട്രക്ഷൻസിൽ മൈക്രോ ഓപ്പറേഷൻസ് ആണ് ഉണ്ടാവുക. അത് നമ്മൾ ഒരു ടൈമിൽ പർട്ടിക്കുലർ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട മൈക്രോ ഓപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെ സെറ്റ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ഉള്ളതാണ് മൈക്രോ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ ഫോമാറ്റ് നമുക്ക് നോക്കാം. മൈക്രോ ഇൻസ്ട്രക്ഷൻ ഫോമാറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഈ ഒരു ബിറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻറ്റേർണൽ CPU കൺട്രോൾ സിഗ്നൽസ്. CPUൻ്റെ ഇൻറ്റേർണൽ CPU കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിറ്റ് യൂസ് ചെയ്യാം. ദെൻ സിസ്റ്റം ബസ് കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിറ്റ് യൂസ് ചെയ്യുന്നു. ദെൻ ജംപ് കണ്ടീഷൻ. ഓക്കെ, കണ്ടീഷൻ എന്തൊക്കെ? അൺകണ്ടീഷണൽ ജമ്പ്, അതുപോലെ സീറോ, ഓവർഫ്ലോ, ഇൻഡയറക്റ്റ് ബിറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ജമ്പ് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനിൽ ഒരു അൺകണ്ടീഷണൽ ജമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടാണോ ജമ്പ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് മാത്രം ഇവിടെ സ്പെസിഫൈ ചെയ്താൽ മതി, അൺകണ്ടീഷണൽ ജമ്പ് ആണെങ്കിൽ. ഓക്കെ, ദെൻ സീറോ, നമ്മളെ റിസൾട്ട് സീറോ ആവുകയാണെങ്കിൽ ഒരു ജമ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ദെൻ ഓവർഫ്ലോ വരികയാണെങ്കിൽ വേറെ ഒരു അതായത് സീക്വൻസ് നമ്മുടെ സാധാരണ നമുക്കറിയാം പ്രോഗ്രാം 1 by 1 ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ അല്ലാതെ നമുക്ക് വേറൊരു സ്പേസിലേക്ക്, അതായത് വേറൊരു അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് പറയാം. ഇത് അൺകണ്ടീഷണൽ ജമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഒരു ജമ്പ് പറയാണ്. ഇതല്ലാതെ ഈ സീറോ, ഓവർഫ്ലോ എന്ന് പറയുന്നതൊക്കെ കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ റിസൾട്ടിനെ, പ്രോഗ്രാമല്ല ഓപ്പറേഷൻ്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു ജമ്പ് പറയുന്നത്. ഇത് ഇൻഡയറക്റ്റ് ബിറ്റ് സെറ്റ് ചെയ്താൽ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫ്ലാഗ് ബിറ്റ്സിനെ പറ്റിയിട്ട്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നു? അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് ജമ്പ്? ഒരു അഡ്രസ്സിലേക്കായിരിക്കും പിന്നീടുള്ള സീക്വൻസ്, പിന്നീടുള്ള ഇൻസ്ട്രക്ഷൻസ് ആ ഒരു അഡ്രസ്സിനായിരിക്കും എടുക്കുക.
ദെൻ മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഇങ്ങനെ 4 ഫീൽഡാണ് മെയിനായിട്ട്, 4 ഫീൽഡാണ് നമുക്ക് ഈ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനിൽ കാണാൻ കഴിയുക. ഒന്ന് മൈക്രോ ഇൻസ്ട്രക്ഷൻ അഡ്രസ്, രണ്ടാമത്തേത് ജംപ് കണ്ടീഷൻ, മൂന്നാമത്തേത് സിസ്റ്റം ബസ് കൺട്രോൾ സിഗ്നൽസ്, ദെൻ ഫോർത്ത് വൺ ഇസ് ഇൻറ്റേർണൽ CPU കൺട്രോൾ സിഗ്നൽസ്. അങ്ങനെ 4 മെയിനായിട്ട് നമുക്ക് 4 ഫീൽഡാണ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഫോമാറ്റിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. മൈക്രോ ഇൻസ്ട്രക്ഷൻ അഡ്രസ്, ഓക്കെ, there is 1 bit for each internal processor control line and 1 bit for each system bus control line. ഓക്കെ, ഒരു ബിറ്റ് ഇൻറ്റേർണൽ പ്രൊസസ്സർ കൺട്രോൾ ലൈൻസ്. ഇത് ഇൻസ്ട്രക്ഷൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോമാറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഒരു ബിറ്റ് എന്തിനായിരിക്കും? ഇൻറ്റേർണൽ പ്രൊസസ്സർ കൺട്രോൾ ലൈൻസിലേക്കും വേറൊരു ബിറ്റ് സിസ്റ്റം ബസ് കൺട്രോൾ ലൈൻസിലേക്കും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദർ ഈസ് എ കണ്ടീഷൻ ഫീൽഡ്. ആ കണ്ടീഷൻ ഫീൽഡാണ് നമ്മൾ സെക്കൻഡ് ഫീൽഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് കണ്ടീഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് ഇൻറ്റേർണൽ CPU കൺട്രോൾ സിഗ്നലും ഇത് സിസ്റ്റം ബസ് കൺട്രോൾ സിഗ്നൽസും ആണ്. ഇനി ഇത് തേർഡ് ഫീൽഡാണ് പറയുന്നത്, കണ്ടീഷൻ ഫീൽഡ്. ഓക്കെ, കണ്ടീഷൻ ഫീൽഡ് ഇൻഡിക്കേറ്റിംഗ് ദി കണ്ടീഷൻ അണ്ടർ വിച്ച് ദർ ഷുഡ് ബി എ ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇഫ് ദി കണ്ടീഷൻ ഇൻഡിക്കേറ്റഡ് ബൈ ദി കണ്ടീഷൻ ബിറ്റ് ഇസ് ഫോൾസ്, എക്സിക്യൂട്ട് ദ നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഇൻ സീക്വൻസ്. അതായത് ഇപ്പം ഇവിടെ ഈ ഒരു കണ്ടീഷൻ ബിറ്റ് പറയുന്നത്, ഓക്കെ, കണ്ടീഷൻ ബിറ്റ് 0 ആണെങ്കിൽ അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ ഒരു ജമ്പ് കണ്ടീഷൻ അല്ല പറയുന്നത്. ഓക്കെ, ജമ്പ് അല്ല അവിടെ പറയുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ, അതായത് ജമ്പ് ഇല്ലാത്ത കേസിലാണ് തൊട്ടടുത്ത മൈക്രോ ഇൻസ്ട്രക്ഷൻ ഇൻ സീക്വൻസ് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി അതേസമയം അവിടെ ആ ഒരു കണ്ടീഷൻ ബിറ്റ് ട്രൂ ആയി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ട്രൂ ആയി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, ഒന്നില്ലെങ്കിൽ അൺകണ്ടീഷൻ, 0, ഓവർഫ്ലോ ഇൻഡയറക്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇവിടെ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും ഉണ്ടാവുക. ട്രൂ ആയിരിക്കുമ്പം എന്താണ്? ട്രൂ ആയിരിക്കുമ്പോൾ നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദി അഡ്രസ് ഫീൽഡ്. ഓക്കെ, ഈ അഡ്രസ് ഫീൽഡിൽ എന്ത് ചെയ്യും? അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്നുള്ള കേസ് ഈ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ അഡ്രസ് എന്നാണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെയുള്ള ഈ ഒരു ഫീൽഡിൻ്റെ കേസാണ് പറയുന്നത്. ഈ ഒരു ഫീൽഡിൽ ഫോൾസ് ആണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഫീൽഡ് ഫോൾസ് വാല്യൂ ആണ്. അതിൻ്റെ മീനിങ് എന്താ? ഈ ഒരു ഫീൽഡ് ഫോൾസ് ആവുക എപ്പോഴാണെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, ഈ കണ്ടീഷൻസ് ഇങ്ങനെ ഒരു 0 ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടില്ല, ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പം എന്താണ്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇനി സപ്പോസ് ഇവിടെ ട്രൂ വാല്യൂ ആണ് വരുന്നതെങ്കിൽ, ഇവിടെ ഫോൾസ് ആവുന്ന കേസിലാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ ഈ ട്രൂ വാല്യൂ വരുന്ന സമയത്ത് എന്താണ്? ഇവിടെ ഒരു ജമ്പ് അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഈ ഒരു അഡ്രസ് ഫീൽഡിൽ ജമ്പ് അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടാവും. ആ അഡ്രസ്സ് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് അടുത്തത് നമ്മൾ ഫെച്ച് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ there is a field with the address of the micro instruction to be executed next when branch is taken. അപ്പോൾ ബ്രാഞ്ച് വരുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നാണ് അഡ്രസ്സ് കിട്ടുക? ബ്രാഞ്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ അഡ്രസ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സ് എടുക്കേണ്ടത് ഈ ഒരു ഫീൽഡിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് മൈക്രോ കൺട്രോൾ യൂണിറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ പഠിക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളിത് നന്നായിട്ട് വരച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 4 ഫീൽഡാണ് കൺട്രോൾ മെമ്മറി, ദെൻ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ, കൺട്രോൾ ബഫർ രജിസ്റ്റർ, സീക്വൻസിങ് യൂണിറ്റ്. ഇങ്ങനെ 4 മെയിൻ സബ് ബ്ലോക്സ് ആണ് ഇതിലുള്ളത്. വൺ ഈസ് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ, ദെൻ കൺട്രോൾ മെമ്മറി, ദെൻ സീക്വൻസിങ് ലോജിക്, ദെൻ കൺട്രോൾ ബഫർ രജിസ്റ്റർ. ഓക്കെ, ഇതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ മെയിനായിട്ട് വരുന്ന 4 സെക്ഷൻസ്. അപ്പോൾ കൺട്രോൾ മെമ്മറി എന്തിനാ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ കൺട്രോൾ മെമ്മറി ഈസ് യൂസ് ടു സ്റ്റോർ
മൈക്രോ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ മെമ്മറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൺട്രോൾ മെമ്മറി എന്നാണ് യൂസ് ചെയ്തത്. നമ്മൾ ഇതുവരെ മെമ്മറി, അത് മെയിൻ മെമ്മറി ആയിരുന്നു. നമ്മൾ പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, യൂസർ പ്രോഗ്രാംസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു അവിടെ മെയിൻ മെമ്മറിയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ കൺട്രോൾ മെമ്മറിയിൽ എന്താ ഉണ്ടാവുക? കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ് എവിടെ ഉണ്ടാവുക? കൺട്രോൾ മെമ്മറിയിൽ ഉണ്ടാവുക. സോ കൺട്രോൾ മെമ്മറി കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ്. പിന്നെ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ എന്തായിരിക്കും ഉണ്ടാവുക? കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻസ്ട്രക്ഷന് പകരം മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ്. നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ അവൈലബിൾ ആവുന്നത്. ദെൻ കൺട്രോൾ ബഫർ രജിസ്റ്ററിൽ എന്തായിരിക്കും? When a micro instruction is read from the control memory, it is transferred to a control buffer register. അപ്പോൾ നമ്മൾ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്ന മൈക്രോ ഇൻസ്ട്രക്ഷൻസ് കൺട്രോൾ ബഫർ രജിസ്റ്ററിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, കൺട്രോൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുക. അപ്പോൾ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവും. അപ്പോൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ലൊക്കേഷൻ എവിടെ ഉണ്ടാവുക? കൺട്രോൾ മെമ്മറിയിൽ. അപ്പോൾ ആ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ, മൈക്രോ ഇൻസ്ട്രക്ഷൻ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദിസ് കൺട്രോൾ ബഫർ രജിസ്റ്റർ. ഓക്കെ, ദെൻ ദ ലെഫ്റ്റ് ഹാൻഡ് പോർഷൻ ഓഫ് ദി രജിസ്റ്റർ കണക്ട്സ് ടു ദി കൺട്രോൾ ലൈൻസ്. ഈ കൺട്രോൾ ലൈൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ കൺട്രോൾ സിഗ്നൽസ് ടു സിസ്റ്റം ബസ്സും ഉണ്ടാവും. ഇനി അടുത്തൊരു ബ്ലോക്കാണ് എന്ത് പറയുന്നത്? സീക്വൻസിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. സീക്വൻസിങ് യൂണിറ്റ് ദാറ്റ് ലോഡ്സ് ദി കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ആൻഡ് ഇഷ്യൂസ് എ റീഡ് കമാൻഡ്. അപ്പം സീക്വൻസിങ് യൂണിറ്റ് എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണാം ഈ ഒരു നെക്സ്റ്റ് അഡ്രസ് കൺട്രോൾ എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുക? ഈ കൺട്രോൾ സിഗ്നൽസ് സീക്വൻസിങ് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? റീഡ് കമാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇതിൽ റീഡ് സിഗ്നൽ കൺട്രോൾ മെമ്മറിയിലേക്ക് കൊടുക്കുന്നത് ആരാണ്? സീക്വൻസിങ് ലോജിക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലോഡ്സ് ദി കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ വിത്ത് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സും കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു സീക്വൻസിങ് ലോജിക്കാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മളെ കൺട്രോൾ യൂണിറ്റിലേക്കുള്ള ഇൻപുട്സ് എന്ന് പറയുന്നത് ALU ഫ്ലാഗ്സ്, ദെൻ ക്ലോക്ക്. ഇത്രയും ഇൻപുട്സ് ആണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്നത്. അതുപോലെ ഒന്നും കൂടെ ഉണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ദെൻ ALU ഫ്ലാഗ്സ്, ക്ലോക്ക്. ഇത്രയും ആണ് നമ്മുടെ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷനാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ദ സീക്വൻസിങ് ലോജിക് യൂണിറ്റ് ഇഷ്യൂസ് എ റീഡ് കമാൻഡ് ടു ദി കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റിന് ഒരു റീഡ് സിഗ്നൽ കൊടുക്കുന്നത് ആരാണ്? സീക്വൻസിങ് ലോജിക്. ഓക്കെ, സീക്വൻസിങ് ലോജിക് ഒരു റീഡ് കൺട്രോൾ കമാൻഡ് കൊടുക്കും. ഓക്കെ, the word whose address is specified in the control address register is read into the control buffer register. അപ്പോൾ ഇവിടെ നിന്നൊരു റീഡ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഒരു അഡ്രസ് ആയിരിക്കും, അഡ്രസ് ഓഫ് a micro instruction. ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിന് ഒരു അഡ്രസ് ഇവിടേക്ക് പോകും. അതിനനുസരിച്ച് ഒരു റീഡ് കമാൻഡ് സിഗ്നൽ സീക്വൻസ് ലോജിക്ക് ഇഷ്യൂ ചെയ്യും. ആ സമയത്ത് ഇവിടെ ഈ അഡ്രസ്സ്, ഈ പറയുന്ന അഡ്രസ്സിലുള്ള ലൊക്കേഷന് കൺട്രോൾ മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡാറ്റ അവൈലബിൾ ആവും. ആ സമയത്ത് ആ ഡാറ്റ എങ്ങോട്ടാണ് ലോഡ് ചെയ്യുന്നത്? കൺട്രോൾ ബഫർ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യപ്പെടും. Okay, the content of control buffer register generates control signals. Okay, so the word whose address is specified in the control address register is read into the control buffer register. The content of the control buffer register generates control signals and next address information for the sequencing logic unit. അപ്പോൾ കൺട്രോൾ ബഫർ രജിസ്റ്ററിൽ എന്തൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്? കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് അഡ്രസ് ഇൻഫർമേഷൻ ഫോർ ദി ലോജിക് സീക്വൻസിങ് യൂണിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ കൺട്രോൾ ബഫർ രജിസ്റ്ററിന് ഡീകോഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട്സ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. കൺട്രോൾ സിഗ്നൽസ് വിത്തിൻ ദി CPU, ദെൻ കൺട്രോൾ സിഗ്നൽസ് ടു ദി സിസ്റ്റം ബസ്. CPU-യിലേക്കുള്ള കൺട്രോൾ സിഗ്നൽസും സിസ്റ്റം ബസ്സിലേക്കുള്ള കൺട്രോൾ സിഗ്നൽസും ജനറേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദി
Sequencing logic. Sequencing logic in next instruction address controls provide you. Okay, the content of the control buffer register generates control signals and next address information for the sequencing unit logic. അങ്ങനെ sequencing logic ആണ്. ഇനി again എന്ത് ചെയ്യും, ഈ control address registerലേക്ക് address provide ചെയ്യും. Okay, then fourth step എന്ന് പറയുന്നത് the sequencing logic unit loads a new address into the control address register based on the next address information from the control buffer register and the ALU flags. അപ്പോൾ ALU ഫ്ലാഗിലെയും ഇപ്പോൾ നമുക്കറിയാം ഈ സീക്വൻസിങ് ലോജിക്കിലേക്ക് വരുന്ന ഇൻപുട്ട്സ് എന്താണ്, ALU ഫ്ലാഗ്സ്, ദെൻ ക്ലോക്ക്. ഓക്കെ, ALU ഫ്ലാഗ്സ്, ക്ലോക്ക്, ഇത്രയും കാര്യങ്ങളാണ് സീക്വൻസിങ് ലോജിക്കിലേക്ക് വരുന്നത്. ഓക്കെ, the sequencing logic unit loads a new address into the control address register based on the next address information from the control buffer register and the ALU flags. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കൺട്രോൾ ബഫർ രജിസ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് ഔട്ട്പുട്ട് പോകുന്നത്, കൺട്രോൾ സിഗ്നൽസ് വിത്തിൻ ദി CPU, ദെൻ കൺട്രോൾ സിഗ്നൽസ് ടു സിസ്റ്റം ബസ്. ഓക്കെ, ഔട്ട്പുട്ട് പോയിരുന്നുണ്ട്. അത് കൂടാതെ നെക്സ്റ്റ് അഡ്രസ് ഇൻഫർമേഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്, സീക്വൻസിങ് ലോജിക്കിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ സീക്വൻസിങ് ലോജിക്കിലേക്ക് വരുന്ന മറ്റ് രണ്ട് ഇൻപുട്ട്സ് ആണ് ALU ഫ്ലാഗ്സ് എന്ന് പറയുന്നതും ക്ലോക്ക് ഇൻപുട്ടും. Okay, ALU flagsum clock input and another input is next address control information from this control buffer register. അങ്ങനെ ഈ മൂന്ന് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് സീക്വൻസിങ് ലോജിക്ക് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം ഈ ഒരു കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് വാല്യൂ, അതായത് ജനറേറ്റ് ചെയ്ത അഡ്രസ്സ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ദെൻ ALU ഫ്ലാഗ്സ്, ദെൻ CPU. ഓക്കെ, അങ്ങനെ മൂന്ന് ഇൻപുട്സ് ആണ് ഈ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്നത്. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കൺട്രോൾ സിഗ്നൽസ് വിത്തിൻ ദി CPU, ദെൻ കൺട്രോൾ സിഗ്നൽസ് ടു സിസ്റ്റം ബസ്. പിന്നെ നിങ്ങൾക്ക് വേറെ രണ്ട് ബ്ലോക്സും കൂടെ ഇവിടെ കാണാം, ഒന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും ഒന്ന് ഡീകോഡറും. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഡീകോഡർ. ഇപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടാവുക. ഇൻസ്ട്രക്ഷൻ്റെ ഓപ്കോഡ് ഓപ്പറാൻഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓപ്കോഡിനനുസരിച്ചുള്ള ഓപ്കോഡ് ഡീകോഡ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ ഡീകോഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് അതിൻ്റെ ഇൻപുട്ട് പോകും, എന്താണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഡീകോഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു കൺട്രോൾ യൂണിറ്റിന് അതിന് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഓപ്പറേഷനാണ് ചെയ്യാൻ പോവേണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യുക. മൈക്രോ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്. മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിഗ്നൽസ് ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ സോഫ്റ്റ്വെയർ റാദർ ദാൻ ഹാർഡ്വെയർ. ഓക്കെ, ഹാർഡ്വെയർ നമ്മളിവിടെ എന്താണ്, എങ്ങനെയാണ് മൈക്രോ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കൺട്രോൾ യൂണിറ്റ് സോഫ്റ്റ്വെയർ, അതായത് മൈക്രോ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. അല്ലാതെ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ആകുമ്പം നമുക്കതിന് ഒരുപാട് ലോജിക് ഗേറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അത് കോംപ്ലെക്സ് ആണ്. ഇനി ഡിസൈൻ ചേഞ്ചസ് ക്യാൻ ബി ഈസിലി മെയ്ഡ് ബൈ ചേഞ്ചിങ് ദി കണ്ടന്റ് ഓഫ് ദി കൺട്രോൾ മെമ്മറി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻസ്, നമുക്കറിയാം മൈക്രോ ഇൻസ്ട്രക്ഷൻസ്, ആ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൽ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡിസൈൻ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നമുക്ക് ആ കൺട്രോൾ മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് മാറ്റിയാൽ മതി. അപ്പോൾ അത്രയും എളുപ്പമാണ് ആ ഡിസൈൻ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ ഹാർഡ്വെയർ കൺട്രോൾ ആകുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും, ആ കണക്ഷൻസ് നമ്മൾ ചെയ്തു വെച്ച കണക്ഷൻസ് ഒക്കെ നമുക്ക് മാറ്റേണ്ടത്. നമ്മൾ അവിടെ ലോജിക് ഗേറ്റ്സും ഫ്ലിപ്പ് ഫ്ലോപ്പ് അങ്ങനെ ഒരുപാട് സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഹാർഡ്വെയർ കൺട്രോൾ ഉണ്ടാക്കുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചേഞ്ചസ് വരുത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിൻ്റെ മൈക്രോ പ്രോഗ്രാമിംഗ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു അഡീഷണൽ ആയിട്ട് കൺട്രോൾ മെമ്മറി അതർ സർക്യൂട്ട്സ് ഒക്കെ വേണം.
അപ്പോൾ അതുകൊണ്ട് അതെന്താണ് എക്സ്പെൻസീവ് ആണ്. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ സാധാരണ മെയിൻ മെമ്മറിയിൽ നിന്ന് കൂടാതെ നമ്മളിവിടെ കൺട്രോൾ മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സീക്വൻസിങ് ലോജിക്ക്, അതുപോലെ എന്താണ് കൺട്രോൾ ബഫർ രജിസ്റ്റർ, കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ, ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഈ ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ ഇത് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് സ്ലോവർ ദാൻ ദിസ് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ്. അതിന് റീസൺ എന്താ, നമുക്ക് ഈ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യാനും അത് ഫെച്ച് ചെയ്യാനുള്ള ഒരു ടൈമൊക്കെ നമുക്ക് കൂടുതലായിട്ട് വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ഇസ് സ്ലോവർ ദാൻ ദിസ് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. നമ്മൾ നേരത്തെ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ദ ഹാർഡ്വെയർ കൺട്രോൾ organization involves the control logic to be implemented with gates, flip-flops, decoders and other digital circuits. Okay, നമ്മൾ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് ലോജിക് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഗേറ്റ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡീകോഡേഴ്സ്, ഇങ്ങനെ പല ടൈപ്പിലുള്ള ഡിജിറ്റൽ സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ്, അതുകൊണ്ടാണത് ഹാർഡ്വെയർഡ് എന്ന് പറയുന്ന ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ഇങ്ങനെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാംസ് എഴുതി മൈക്രോ പ്രോഗ്രാംസ് എഴുതിയിട്ടായിരുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്ത്. അതിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത്, ലോജിക് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നമുക്കറിയാം സാധാരണ എന്താ ഉണ്ടാവുക, ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് 16-bit ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 0 to 15. അപ്പോൾ അതാണ് അതിൻ്റെ 0 to 15 എന്ന് പറയുന്നത് 16-bit ആണ്. അപ്പോൾ അതിൽ തന്നെ ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന് നമ്മൾ ഇവിടെ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 0 to 11, അതായത് 12 bits അഡ്രസ് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ 12, 13, 14 ഈ ബിറ്റ്സ് ഓപ്പ് കോഡ്, നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷനിൽ ഓപ്പ് കോഡും ഓപ്പറാൻഡ് അങ്ങനെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഓപ്പ് കോഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിറ്റ് 12, 13, 14 എന്നിവ യൂസ് ചെയ്യുന്നത്. ദെൻ ബിറ്റ് 15 is used to indicate the addressing mode, which type of addressing mode we have used. Okay, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ 16-bit ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. An instruction fetch from memory unit is placed in the instruction register. ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ 16 bits ആണ്. അതിന് നമ്മൾ 3 ആക്കി, ആ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനെ 3 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഐ ബിറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഐ ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഐ ബിറ്റ്. ദെൻ ഓപ്പറേഷൻ കോഡ്. ഓക്കെ, ഇതാണ് ഓപ്പറേഷൻ കോഡ്. ഈ 3 bits ഇതാണ് ഓപ്പറേഷൻ കോഡ് എന്ന്. ഇത് ഐ ബിറ്റ്. ഓക്കെ, ഇത് ഓപ്പറേഷൻ കോഡ്. ദെൻ ബിറ്റ് 0 through 11, ഈ ബിറ്റ് 0 through 11 റെപ്രസെൻ്റ് ചെയ്യുന്നത് അഡ്രസ് ഫീൽഡാണ്. ഓക്കെ, അഡ്രസ് ഫീൽഡ്. അങ്ങനെ 3 ഭാഗങ്ങളാക്കിയിട്ടാണ് നമ്മൾ അഡ്രസ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. അഡ്രസ് പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 0 to 11, അതായത് 12 bits. It specifies the address and is given as input to the control logic. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 12 bits എങ്ങോട്ടാണ് പോകുന്നത്, ഇത് കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്കാണ് ഈ 12 bits പോകുന്നത്. നെക്സ്റ്റ് ഓപ്കോഡ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, ബിറ്റ് 12, 13 and 14. ബിറ്റ് 12, 13, 14 ഇത് എങ്ങോട്ടാണ് ഇൻപുട്ട് പോകുന്നത്, 3x8 ഡീകോഡർ. അതായത് 3x8 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് 3 ഇൻപുട്സ് ആൻഡ് 8 ഔട്ട്പുട്ട്സ്. ഓക്കെ, ഈ ഡീകോഡറിലേക്ക് 3 ഇൻപുട്സ്, അതായത് ഈ 3 bits വരും. അതിൽ നിന്ന് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാം 0 to 7, അതായത് 8 bit ഔട്ട്പുട്ടാണ്
ഈ ഡീകോഡറിന് നമുക്ക് വരുന്നത്. അത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ D0 to D7. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഡോട്ട്സ് കാണാം, അതായത് D0, D1, D2 എക്സെട്ര അപ് ടു D7. അങ്ങനെ 8 ഔട്ട്പുട്ട്സ് ആണ് ഈ ഡീകോഡറിന് വരുന്നത്. അതായത് ഈ നമ്മുടെ ഇവിടെ ഓപ്കോഡ് ഇല്ലേ, ഇതാണ് ഓപ്കോഡ് പാർട്ട് എന്ന് പറയുന്നത്. ആ ഓപ്കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ ഈ D0 to D7 എന്ന് പറയുന്ന ലൈൻസിൽ ഉണ്ടാവുക. ഓക്കെ, ഇതിപ്പോൾ ആഡ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 0, അത് ഡിജിറ്റൽ സിഗ്നൽസ് ആയിരിക്കും ഈ D0 to D7 എന്ന് പറയുന്ന വയേഴ്സിൽ അവൈലബിൾ ആവുക. അതും എങ്ങോട്ടാണ് ഇൻപുട്ട് പോകുന്നത്? കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, opcode part, that is 12 to 13, specifies the operation code which is given as input to a 3x8 decoder. The 8 outputs of the decoder is represented by D0 to D7 and is given as input to the logic gates. Okay, next bit 15. Bit 15 ഞാൻ പറഞ്ഞു I bit എന്ന് പറഞ്ഞിട്ട്. Bit 15 അതിൻ്റെ ഇൻപുട്ട് പോകുന്നത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ്. is transferred to flip flop designated by the I, സിമ്പിൾ I. ഇത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തോ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് എന്തൊക്കെ കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഡീകോഡേഴ്സ് ഉണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്, പിന്നെ ഗേറ്റ്സ്, ലോജിക് ഗേറ്റ്സ്, ഇതൊക്കെ കൊണ്ടിട്ടാണ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ബിറ്റ് 15 എന്ന് പറയുന്നത് is transferred to flip flop designated by the symbol I. It specifies the addressing mode. Addressing mode ആണ് ആ ബിറ്റ് 15 കൊണ്ട് ബിറ്റ് 15 സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് I is equal to 0 ആണെങ്കിൽ which indicates direct addressing. ഡയറക്റ്റ് അഡ്രസ്സിംഗ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് I എന്ന് പറയുന്ന ആ ബിറ്റ് അവിടെ 0 ആയിരിക്കും. ഇനി ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ I ബിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് 4-bit സീക്വൻസ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 4-bit സീക്വൻസ് കൗണ്ടർ. അപ്പോൾ ഈ 4-bit സീക്വൻസ് കൗണ്ടർ, the 4-bit sequence counter can count in binary from 0 to 15. 0 to 15 വരെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4-bit സീക്വൻസ് കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഈ ഒരു ഡീകോഡറിലേക്ക് പോകുന്ന ഇൻപുട്ട് 4 ഇൻപുട്ട്സ് ആണ്. അതിൽ നിന്ന് ഡീകോഡറിന് നമുക്ക് 16 ഔട്ട്പുട്ട്സ് കിട്ടുന്നുണ്ട്. അതാണ് 0 to 15 എന്ന് പറയുന്നത്. ഓക്കെ, 0 to 15 ഇത് നമുക്ക് ശരിക്കും ടൈമിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സീക്വൻസ് കൗണ്ടറിന് ടൈമിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് 4-bit സീക്വൻസ് കൗണ്ടറിന് വരുന്ന ഈ ഔട്ട്പുട്ട് ഈ ഒരു ഡീകോഡറിലേക്ക് കൊടുക്കും. ഡീകോഡർ ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? T0 to T15 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം T0 to T15 ടൈമിംഗ് സിഗ്നൽസ് 001 അങ്ങനെ വന്ന് 16 ടൈമിംഗ് സിഗ്നൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സീക്വൻസ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി അതർ ഇൻപുട്സ് ടു ലോജിക് ഗേറ്റ്സ്, ഇവിടെ നിങ്ങൾക്ക് കാണാം അതർ ഇൻപുട്സ്. അതർ ഇൻപുട്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ രജിസ്റ്റർ. ആ ഇൻപുട്സ് എന്തൊക്കെയാകാം? ഡാറ്റ രജിസ്റ്റർ ബിറ്റ്സ് ആവാം, അക്യുമുലേറ്റർ ബിറ്റ്സ് ആവാം, അങ്ങനെ വേറെ ഇൻപുട്സ് ഒക്കെ നമുക്ക് ഈ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക്, അതായത് കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്ക് വരുന്ന ഇൻപുട്സ് ആണ്. അപ്പോൾ ഈ ഓരോ ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓരോ ബിറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഡീകോഡേഴ്സിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഈ ടൈമിംഗ് സിഗ്നൽസ്, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കൺട്രോൾ യൂണിറ്റ് ആവശ്യമായ കൺട്രോൾ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് സ്ലോ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് എന്താണ്? ഫാസ്റ്റ് ആണ്. ഓക്കെ, ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് is fast because control signals are generated by combinational circuits. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്താണ്? ഫാസ്റ്റ് ആണ്. നേരത്തെയുള്ള കേസിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിൽ എന്താണ്? അത് സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഡിലേ വരുന്നത് എങ്ങനെ? ഡിലേ ഇൻ ജനറേഷൻ ഓഫ് കൺട്രോൾ സിഗ്നൽ ഡിപ്പെൻസ് ഓൺ ദി നമ്പർ ഓഫ് ഗേറ്റ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഗേറ്റ്സ്, എത്ര ഗേറ്റ്സ് യൂസ് ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും ഡിലേ ഉണ്ടാവുക. ഓക്കെ, നമ്മളിപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ഗേറ്റ്സ് യൂസ് ചെയ്താൽ കുറച്ച് ഇതിൻ്റെ വർക്കിംഗ് കുറച്ച് സ്ലോ ആയിരിക്കും.
അതേസമയം കൺട്രോൾ സിഗ്നൽസ് ഈ നമ്പർ ഓഫ് ഗേറ്റ്സ് കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Then disadvantages of hardware control unit in the more control signals, more complex will be the design. Okay, നമുക്കിപ്പം CPU-ന് പല ടൈപ്പ് കൂടുതൽ കൺട്രോൾ സിഗ്നൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഈ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിൽ ചെയ്യേണ്ടി വരിക. അതായത് അതിൽ നമുക്ക് കൂടുതൽ ഗേറ്റ്സും അതുപോലെ സർക്യൂട്ട്സൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗേറ്റ്സും സർക്യൂട്ട്സും ഒക്കെ കൂടുന്നതിനനുസരിച്ച് എന്താ വരിക, ഡിലേ വരും. അപ്പം നമ്മൾ ആ കൺട്രോൾ സിഗ്നൽ നമ്മൾ ഏത് ടൈപ്പ് കൺട്രോൾ സിഗ്നൽ അതുപോലെ എത്ര കൺട്രോൾ സിഗ്നൽ വേണം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കേണ്ടി വരും. നമുക്ക് കൂടുതൽ കൺട്രോൾ സിഗ്നൽ വേണ്ട സമയത്ത് ആ ഒരു ഡിസൈൻ എന്തായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും. ഇനി നോ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ modification in the control signal is very difficult. That is, it requires rearranging of wires in the hardware circuit. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മൈക്രോ കൺട്രോളിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ കൺട്രോൾ മെമ്മറിയിൽ പോയിട്ട് ആ ഇൻസ്ട്രക്ഷൻ ചേഞ്ച് വരുത്തിയാൽ മാത്രം മതി. പക്ഷേ ഇതിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നതെന്നാൽ നമുക്കൊരു മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ റീവയറിങ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കറിയാം ഈ ലോജിക് ഗേറ്റ്സ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്തതായിരിക്കും ലോജിക് ഗേറ്റ്സ്. അപ്പോൾ ആ സർക്യൂട്ട്സ് കംപ്ലീറ്റ് നമ്മൾ മാറ്റേണ്ടി വരും. എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ആ സർക്യൂട്ട്സ് കംപ്ലീറ്റ് നമ്മൾ മാറ്റേണ്ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ആഡ് ന്യൂ ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് എക്സിസ്റ്റിംഗ് ഡിസൈനിലേക്ക് ഒരു ഫീച്ചർ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ വളരെ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺട്രോൾ യൂണിറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ പഠിച്ചു, മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റും ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റും. അപ്പോൾ ഇത് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 2 ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.